അമ്പൂരിയിലെ ഒരു ചെറിയൊരു പാലത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാലേ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അതാണ് വേറൊരു സംഭവം. അപ്പോൾ ഇത്ര ചെറിയൊരു പാലമാണ് നമുക്ക് സത്യം പറഞ്ഞാലേ ഇതിലേക്ക് ഓട്ടോറിക്ഷ വരെ പോകും. മറ്റേ ഇത് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയാം. നമുക്ക് വെള്ളച്ചാട്ടമാണ് നമ്മൾ മെയിൻ ലക്ഷ്യം. പക്ഷേ ഈ വഴി ഒരു ആട്ടയും കാറും പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക, പക്ഷേ വിശ്വസിക്കത്തില്ല. പക്ഷേ ഇതിലെ ഒരു ആട്ട പോകുന്ന വഴിയാണ്. തൊട്ടപ്പുറത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലൂടെ കാണാനാണ് ഞാൻ മാക്സിമം ഈ വഴി തന്നെ പിടിച്ച് വന്നത്. പക്ഷേ വെള്ളച്ചാട്ടം വണ്ടി പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇവിടെ ചോദിച്ചിട്ട് തന്നെ പോവാം. വണ്ടി പോകുമെന്ന് തോന്നുന്നു. ഇന്നത്തെ വെള്ളച്ചാട്ടം എന്നറിയത്തില്ല, അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. അധികം ആരും എത്താത്ത ഈ ഒരു അമ്പൂരിയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അവിടെ പോയി ഞാൻ ചോദിച്ചത്. പക്ഷേ പണി കിട്ടി ഗൈസ്, പണി കിട്ടി. എന്തിനാണ് ഞാൻ റിസ്ക് എടുത്ത് ഈ മലയുടെ മുകളിൽ കയറിയത് അല്ലേ? തിരിച്ചിറങ്ങാം. പെട്ട് ഗൈസ്. അതെ, ആളും മാഞ്ചാനും ഇല്ലാത്തൊരു ഏരിയയിലാണ് ഞാനിപ്പോൾ വന്നത്. വണ്ടി വളയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ കുന്നിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ വിട്ടോളൂ, ശരിയല്ലല്ലോ. നമുക്ക് താഴോട്ടാണ് പോകേണ്ടത്. നമുക്ക് താഴോട്ട് തന്നെ പോവാം. നമുക്ക് ഈ കായലും കണ്ട് ഈ അമ്പൂരിയുടെ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമുക്ക് വലിയ സാവധാനം പോവാം. പക്ഷേ അമ്പൂരി വരുന്ന ആൾക്കാർ ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ആ സ്ഥലങ്ങൾ കാണാനാണ് ഞാനും വന്നത്. ഇവർ നമ്മളെ തെറ്റിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എൻ്റെ അനുഭവത്തിൽ പറയാനാണ്. അപ്പം ഞാനിപ്പോൾ ഏത് വഴിയാണ്, ഞാനിപ്പോൾ ഒരു വെള്ളച്ചാട്ടം നോക്കിയാൽ പോകുന്നു. പക്ഷേ വെള്ളച്ചാട്ടം ഇതുവരെ കണ്ടില്ല. എന്താ ഇത്? വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ എന്താ, പോകുന്ന വഴിക്ക് മൊത്തം കല്ലും കട്ടയാണ്. ഇല്ല, ഒരു രക്ഷയില്ല. കാടാണെന്ന് വെച്ചാൽ ഭീകരമായ കാട്. ഓ, വഴിയിലൊക്കെ റബ്ബർ ചുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്. അതാണ് ജസ്റ്റ് അടിച്ചത്. അപ്പോൾ ചേട്ടന്മാരൊക്കെ അത് വണ്ടിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് റോഡുണ്ടോ ഇല്ലയെന്നൊരു പിടിയുമില്ല. ഞാൻ ചോദിക്കാനുള്ളതായിരുന്നു ആ ചേട്ടൻ്റെ അടുത്ത്. എന്തായാലും പോകാം. പിന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴേ വണ്ടിയിൽ നിന്ന് പെട്രോൾ ഒന്ന് ഫുൾ അടിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാര്യം റോഡ് എത്രത്തോളം സേഫ്റ്റിയാണ് എന്നൊരു പിടിയുമില്ല. ശരി, ഇതെവിടെ പോണത്? റോഡ് തീർന്നോ? ഓ മൈ ഗോഡ്, റോഡ് തീർന്നു കേട്ടോ. അപ്പോൾ നമ്മളെ യാത്ര അവസാനിച്ചിരിക്കുന്നു. റോഡ് തീർന്നു. ഇത് ഏതൊക്കെ ഉടപ്പച്ചാങ്കുഴി ഒന്നും തരും. എടാ എൻ്റെ കുട്ടാടാ, നീ എവിടെ പോണത്? നീ വണ്ടി തിരി. അമ്പൂരി വന്നിട്ട് ഈശ്വര ഏതൊക്കെ വഴിയാണ് വന്നത്? ഇതൊക്കെ വണ്ടി വന്ന വഴിയാണോ ഞാനീ വന്നത്? എനിക്ക് വയ്യ. പല കാട്ടിനകത്തൊരു വന്ന് കയറി. നമ്മളെ ചെറുക്കാൻ എല്ലായിടത്തും പോകുന്നതല്ലേ. ഇതൊക്കെ ഓഫ് റോഡ് കയറി ഭയങ്കര ശീലമുള്ളതാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ